പാവയ്ക്ക അഥവാ കയ്പ്പയ്ക്ക വളർന്നു വരുമ്പോൾ കവർ അല്ലെങ്കിൽ പേപ്പർ ഇട്ട് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്തിനാണെന്നല്ലേ പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്നാണ് ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ ഒന്ന് വിശദീകരിക്കാൻ തോന്നിയത്. കായ്ച്ചകളുടെ ആക്രമണം തടയാനാണ്. അത് കായ്ച്ചകൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഫ്ലൈസ് ആണ്. ഡ്രോസോഫില എല്ലാം തോന്നുന്നുണ്ട്, വേറെ തരം ഫ്രൂട്ട് ഫ്ലൈസ് ആയിരിക്കും. അപ്പോൾ പാവയ്ക്ക പിഞ്ചായിരിക്കുമ്പോൾ തന്നെ കായ്ച്ചകൾ അതിൽ മുട്ടയിടാൻ സാധ്യതയുണ്ട്. മുട്ട വരുന്നുണ്ടാകുന്ന പുഴുക്കൾ കായ തിന്ന് നശിപ്പിക്കുകയും കായ പഴുത്ത് ചീഞ്ഞ് പോവുകയും ചെയ്യും. ഇന്ന് രാവിലെയും കൂടെ ഒരെണ്ണം ഞാൻ പറിച്ച് കളഞ്ഞാണ്, പഴുത്ത് ചീഞ്ഞിട്ട്. അതിൽ വിത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വിത്ത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തുറന്ന് നോക്കിയത്. പക്ഷേ ഒന്നുമില്ല, ആകെ ചീഞ്ഞിരിക്കണം. അപ്പോൾ കവർ ഇടുമ്പോൾ ഈച്ചയ്ക്ക് കായയുടെ നേരെ എത്താൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, വെയിൽ നേരിട്ട് അധികമായിട്ട് ഏൽക്കാതിരിക്കുന്നതിനാൽ കായ്ക്ക് നല്ല പച്ച നിറം കിട്ടുമെന്ന് പറയുന്നുണ്ട്. തൊലിപ്പുറം കൂടുതൽ മൃദുവായിരിക്കാനും സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്ക് വലിയ അനുഭവമില്ല, ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല ആ കാര്യം. പിന്നെ ഏറ്റവും പ്രധാനം തന്നെയാണ് കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാം. ഞാൻ കീടനാശിനികൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ചില ഓർഗാനിക് സ്പ്രേ ഒക്കെ അടിച്ച് കൊടുക്കാറുണ്ട്, പക്ഷേ കായയുടെ മുകളിലൊന്നും ഒരിക്കലും അടിക്കാറില്ല. അപ്പോൾ കായകൾ പൊതിഞ്ഞ് സംരക്ഷിക്കുമ്പോൾ കീടനാശിനി അടിക്കാതെ തന്നെ ജൈവ രീതിയിൽ നല്ല വിളവ് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നുണ്ട്. പാവയ്ക്ക വിരിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏകദേശം ഒരു വിരൽ വലിപ്പമാകുമ്പോൾ ഇടണം. അതെനിക്കറിയാം. വൈകിട്ടുണ്ടെങ്കിൽ പുഴ അതിൻ്റെ ഉള്ളിൽ കയറി കാണും. പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് വായു സഞ്ചാരത്തിനായി ചെറിയ സുഷിരങ്ങൾ ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ ഈർപ്പം തങ്ങി നിന്ന് കായ ചീഞ്ഞു പോകും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളിലിങ്ങനെ നീരാവി കണ്ടൻസ് ചെയ്ത് നിൽക്കണത് കാണാറുണ്ട്. പിന്നെ പഴയ പത്രക്കടലാസ് കൊണ്ടുള്ള കവറാണ് ഇത്ര ഏറ്റവും നല്ലത്. ഞാനത് ഇടാത്തതിൻ്റെ കാരണം വെച്ചാൽ അപ്പോൾ എനിക്ക് ഈ പാവയ്ക്ക വളരുന്നത് കാണാൻ പറ്റില്ല എന്നൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനി അതൊന്നുകൂടെ അടുത്ത പാവയ്ക്ക ഉണ്ടാവുകയാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം.